ദേശീയ ക്ഷീരദിനാചരണ ഭാഗമായി മിൽമ കാസർഗോഡ് ഡയറിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാവുങ്കൽ ആനന്ദാശ്രമത്തെ ജില്ലാ ഡയറി ഹാളിൽ വെച്ച് നടത്തിയ ചിത്രരചന പ്രശ്നോത്തരി മത്സരങ്ങളിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് മിൽമ കാസർഗോഡ് ഡയറി ഈ വർഷത്തെ ദേശീയ ക്ഷീരദിനം ആചരിച്ചത്. നവംബർ 24-ന് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ഓഡിറ്റോറിയത്തിൽ CDS അംഗങ്ങൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസോടുകൂടിയായിരുന്നു പരിപാടികളുടെ തുടക്കം. തുടർന്ന് ഇതേ ദിവസം ഉച്ചയ്ക്ക് മാവുങ്കാലിലെ ഡയറി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ജലച്ചായ മത്സരവും സംഘടിപ്പിച്ചു. പൊതുവിൽ മികച്ച നിലവാരം പുലർത്തിയ മത്സരത്തിൽ ബേത്തൂർപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ M. സ്വപ്ന സുരേഷ് 1ാം സ്ഥാനവും, ചട്ടഞ്ചല ഹയർ സെക്കൻഡറി സ്കൂളിലെ വരുണ മോഹൻ 2ാം സ്ഥാനവും, ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ K. ദേവനന്ദ 3ാം സ്ഥാനവും സ്വന്തമാക്കി. നവംബർ 25-ന് ചൊവ്വാഴ്ച ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഡയറി ഹാളിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അറിവിന്റെയും ഓർമ്മയുടെയും മാറ്റുരച്ച മത്സരത്തിനൊടുവിൽ പാക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ E. തനവ്, E. തേജൽ എന്നിവരടങ്ങിയ ടീം 1ാം സ്ഥാനവും, ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ TV. അഗ്രിമ, K. അനന്യ എന്നിവരടങ്ങിയ ടീം 2ാം സ്ഥാനവും, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീലക്ഷ്മി, അശ്വിൻ രാജ് എന്നിവരടങ്ങിയ ടീം 3ാം സ്ഥാനവും നേടി. ദിനാചരണ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഡയറി സന്ദർശിക്കാനുള്ള പ്രത്യേക അവസരവും അധികൃതർ ഒരുക്കിയിരുന്നു. കൂടാതെ ഈ ദിവസങ്ങളിൽ ഡിസ്കൗണ്ട് നിരക്കിൽ മിൽമ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കി. നവംബർ 26 വരെയുള്ള 3 ദിവസങ്ങളിലായി വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമെല്ലാമായി ഏതാണ്ട് 1000-ഓളം പേർ ഡയറിയിൽ സന്ദർശകരായി എത്തിയെന്ന് അധികൃതർ അറിയിച്ചു. സമാപന ദിനത്തിൽ ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർക്കും ചായൂത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കും ഡയറി മാനേജർ CT വർഗീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നൽകി. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി മാറ്റിയെടുത്ത മഹത് വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇപ്പൊ നവംബർ 26 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, ബർത്ത്ഡേ. ഇപ്പൊ നവംബർ 26 നമ്മൾ അദ്ദേഹം ഇന്ത്യക്ക് അല്ലെങ്കിൽ ക്ഷീരമേഖലയ്ക്ക് നൽകിയ സംഭാവനകളെ അനുസ്മരിക്കാനും അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് നമ്മൾ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.